ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് എടുക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാപ്റ്ററാണ്. അത് കുറച്ചും കൂടെ സിമ്പിളാണ്. ലൈക്ക് എന്തൊക്കെയാണ് ബിസിനസ് ഇൻകം, എന്തൊക്കെയാണ് പ്രൊഫഷണൽ ഇൻകം എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, എനിവേ അതിന് മുന്നേ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ആക്ച്വലി ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഞാൻ പിന്നെ നോക്കാം എന്തായാലും. ഓക്കെ, ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈസ് ദ ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ്. ഓക്കെ, ഈ ഹെഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ഹെഡിനെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, പിന്നെ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഓക്കെ, അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഇത് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ എനി അതർ ഹെഡ് ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ഹെഡ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഇതുവരെയുള്ള പറഞ്ഞ ഹെഡുകളിലൊന്നും ചാർജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ ഏതിലാണ് ചാർജ് ചെയ്യുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ചാർജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് ഈസ് ദ ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം. ഇൻകം നോട്ട് ചാർജബിൾ അണ്ടർ എനി അതർ ഹെഡ് ഈസ് ചാർജബിൾ ടു ടാക്സ് അണ്ടർ ദിസ് ഹെഡ്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എഴുതുക കേട്ടോ. പിന്നെ അതിൽ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ആണ്. സച്ച് റെസിപ്റ്റ് ഷാൾ ബി ടാക്സബിൾ ഇൻകം. അതെന്തായിരിക്കണം? ആ ഒരു ഇൻകം എന്ന് പറയുന്നത് ടാക്സബിൾ ഇൻകം ആയിരിക്കണം. അതായത് ഇപ്പോൾ അഗ്രികൾച്ചറൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ടാക്സബിൾ ഇൻകം അല്ല. ഓക്കെ, അഗ്രികൾച്ചർ ഇൻകം, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു അഗ്രികൾച്ചർ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു ടാക്സബിൾ ഇൻകം അല്ല, അത് എക്സംപ്റ്റഡ് ആണ്. സോ അങ്ങനെ ആ ഒരു ഇൻകം ആണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു ഹെഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ചാർജ് ചെയ്യാൻ കഴിയില്ല, കാരണം അത് എക്സംപ്റ്റഡ് ആണ്. സോ ഇതെന്താ പറയുന്നത്, അത് ഇപ്പോൾ ഈ ഒരു ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത് എല്ലാ ഹെഡിലും വരുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ. സച്ച് റെസിപ്റ്റ് ഷാൾ ബി ടാക്സബിൾ ഇൻകം. അതൊരു എന്തായിരിക്കണം? ഒരു ടാക്സബിൾ ഇൻകം ആയിരിക്കണം. അതുപോലെ തന്നെ സച്ച് ഇൻകം ഡസ് നോട്ട് സ്പെസിഫിക്കലി ഫോൾ അണ്ടർ എനി വൺ ഓഫ് ദി അതർ 4 ഹെഡ്സ് ഓഫ് ഇൻകം. അതുപോലെ തന്നെ ആ ഒരു ഇൻകം മറ്റ് 4 ഹെഡിൽ എന്ത് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. എന്നാൽ മാത്രമേ അത് നമുക്ക് ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ ചാർജ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇൻകംസ്, അതായത് സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ലേസ് ഡൗൺ എ ലിസ്റ്റ് ഓഫ് ഇൻകംസ് വിച്ച് ആർ ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. അതായത് ഈ ഹെഡിൽ വരുന്ന ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ ഹെഡിൽ വരുന്ന സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പറഞ്ഞിട്ടുള്ള കുറച്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻകം ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സച്ച് ലിസ്റ്റ് ഈസ് നോട്ട് എക്സോസ്റ്റീവ് അപ്പാർട്ട് ഫ്രം ദി ഇൻകം സ്റ്റേറ്റഡ് ഇൻ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 എനി അതർ ഇൻകം വിച്ച് ഈസ് ഫുൾഫില്ലിംഗ് ദ എബവ് കണ്ടീഷൻ ഷാൾ ബി ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. ഓക്കെ, അപ്പോൾ ഇത് സെക്ഷൻ ഓർത്ത് വയ്ക്കുക, സെക്ഷൻ 56 സബ്സെക്ഷൻ 2. ഓക്കെ, ഇനി മറ്റൊരു ഇത് വരുന്നുണ്ട് സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പറഞ്ഞിട്ട്. മേ ബി ക്വസ്റ്റ്യൻ വരിക 56 സബ്സെക്ഷൻ 2 ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ 56 സബ്സെക്ഷൻ 1 ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാറിപ്പോകരുത് കേട്ടോ. ഒരു 5-6 പോയിന്റ് എന്തായാലും പഠിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെയാണ് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഏതിലാണ് ചാർജ് ചെയ്യേണ്ടത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ചാർജ് ചെയ്യേണ്ടത്. അതിപ്പോൾ എവിടുന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിലും, അതായത് ഡിവിഡൻറ്റ് ഫ്രം ഇന്ത്യൻ കമ്പനി ആണെങ്കിലും ഡിവിഡൻറ്റ് ഫ്രം ഫോറിൻ കമ്പനി ആണെങ്കിലും എല്ലാതും ഇൻകം ഫ്രം ഏതിലാണ്? അതർ സോഴ്സിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഡിവിഡൻറ്റ്. ഓക്കെ, കുറേ കാലം മുന്നേ വരെ ഡിവിഡൻറ്റ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്തായിരുന്നു? എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷേ അത് ഇപ്പോൾ എക്സംപ്റ്റഡ് അല്ല, ടാക്സബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ വീഡിയോ ഒക്കെ കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഈ ഡിവിഡൻറ്റ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ കമ്പനിയിൽ നിന്നും കിട്ടുന്ന ഡിവിഡൻറ്റ് എക്സംപ്റ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതെന്താണ്? ടാക്സബിൾ ആണ്. സോ ഡിവിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ ക്യാഷ്വൽ ഇൻകം എക്സാമ്പിൾസ് ആണ് വിന്നിങ് ഫ്രം ലോട്ടറീസ്, ക്രോസ് വേർഡ് പസിൽസ് ഒക്കെ. അതായത് ക്യാഷ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ റെസിഡൻഷ്യൽ ഐ തിങ്ക് ഫസ്റ്റ് ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു ക്യാഷ്വൽ ഇൻകം എന്താണെന്നുള്ളത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന ഇൻകം. ഓക്കെ, അത് ഒരു റിക്കറിങ് ബേസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് എന്ത് ചെയ്യില്ല, കിട്ടില്ല, നോൺ റിക്കറിങ് ആണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്താണ് വിന്നിങ് ഫ്രം ലോട്ടറീസ്. അതായത് ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് ലോട്ടറി അടിച്ചു എന്ന് വിചാരിച്ച് എനിക്ക് നാളെ ലോട്ടറി അടിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് ലോട്ടറി അടിച്ചില്ല എന്ന് വിചാരിച്ച് എനിക്ക് നാളെ ലോട്ടറി അടിക്കില്ല എന്നും പറയാൻ പറ്റില്ല.
ലൈക്ക് അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആണ്. അതായത് ഇപ്പോൾ ഡെയിലി ലോട്ടറി എടുക്കുന്ന ഒരാളാണെങ്കിലും മേ ബി അയാൾക്ക് ജീവിതത്തിൽ ഇതുവരെ ലോട്ടറി അടിച്ചിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ മേ ബി അയാൾക്ക് അടിച്ചിട്ടുണ്ടായേക്കാം. ലൈക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകം, അതാണ് ക്യാഷ്വൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ക്യാഷ്വൽ ഇൻകം വരുന്നത് എന്തിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിലാണ്. പിന്നെ ഷെയർ പ്രീമിയം, ഗിഫ്റ്റ്. ഓക്കെ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗിഫ്റ്റൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനുണ്ട് കേട്ടോ. അതായത് നമുക്ക് ആരുടെയും കയ്യിൽ നിന്നെങ്കിലും ഗിഫ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് വരുന്നത് ഏതിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞ ഹെഡിലാണ്. പിന്നെ ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ്. ഓക്കെ, അതും വരുന്നത് ഏതിലാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. പിന്നെ ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ ഓർ ഓൺ എൻഹാൻസ്ഡ് കോമ്പൻസേഷൻ. അതായത് നമുക്കൊരു കോമ്പൻസേഷൻ കിട്ടാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പൻസേഷൻ്റെ കൂടെ തന്നെ ഇൻട്രസ്റ്റും കിട്ടുക. ഓക്കെ, ആ ഒരു അതായത് ഇപ്പോൾ ഒരു 10,000 രൂപ എനിക്കൊരു കോമ്പൻസേഷൻ കിട്ടാനുണ്ടെങ്കിൽ ആ 10,000 രൂപയുടെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 1,000 രൂപ എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വലിയ എമൗണ്ട് ആകുമ്പോൾ നമ്മൾ എന്തടക്കേണ്ട ഒരു ടാക്സ്. അതാണ് പറയുന്നത് ഇൻകം ബൈ വേ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ്റെ വഴി നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതും ഏതിലാണ് വരുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് വരുന്നത്. സം മണി റിസീവ്ഡ് ആസ് ആൻ അഡ്വാൻസ് ഓർ അതർവൈസ് ഇൻ ദി കോഴ്സ് ഓഫ് നെഗോഷിയേഷൻസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്. Any sum received by the assessee from his employees as contribution to provident fund. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. പിന്നെ ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് മെഷീനറി, പ്ലാന്റ് ഓർ ഫർണിച്ചർ. അതായത് നമ്മൾ മെഷീനറിയോ പ്ലാന്റോ ഫർണിച്ചറോ എന്തെങ്കിലുമൊക്കെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം നമ്മൾ എവിടെയാണ് പറയുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസ് ഹെഡിലാണ് പറയുന്നത്. പിന്നെ എനി സം റിസീവ്ഡ് അണ്ടർ എ കീമാൻ ഇൻഷുറൻസ് പോളിസി. അതായത് ആദ്യം നമ്മൾ കീമാൻ ഇൻഷുറൻസ് പോളിസി എന്താണെന്ന് മനസ്സിലാക്കണം. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നോക്കുക. എ കീമാൻ ഇൻഷുറൻസ് പോളിസി മീൻസ് എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ടേക്കൺ ബൈ എ പേഴ്സൺ ഓൺ ദി ലൈഫ് ഓഫ് അനദർ പേഴ്സൺ ഹു ഈസ് എയ്തർ ദ എംപ്ലോയി ഓർ ഈസ് കണക്റ്റഡ് ഇൻ എനി മാനർ വിത്ത് ദ ബിസിനസ് ഓഫ് ദി ഫോർമർ പേഴ്സൺ. ഓക്കെ, അതായത് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ എംപ്ലോയി ആണ്, അതായത് ഞാൻ നിങ്ങളുടെ എംപ്ലോയറാണ്. ഓക്കെ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേരിൽ ഞാൻ എന്തെടുക്കുക? കീമാൻ ഇൻഷുറൻസ് എടുക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ഓർഗനൈസേഷനിൽ, അതായത് എൻ്റെ കമ്പനിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം കീമാൻ. ആ പേരിൽ തന്നെ ഉണ്ടല്ലോ കീമാൻ എന്ന് പറയുമ്പോൾ നിങ്ങളില്ലാണ്ട് എനിക്ക് ആ ഒരു ഓർഗനൈസേഷൻ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നല്ലൊരു ബെറ്റർ സാലറി അല്ലെങ്കിൽ ബെറ്റർ ഒന്നും കൂടെ നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരിൽ ഞാൻ എന്തെടുക്കും? ഒരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. അതിനെയാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, കീമാൻ ഇൻഷുറൻസ് പോളിസി മീൻ എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ടേക്കൺ ബൈ എ പേഴ്സൺ ഓൺ ദി ലൈഫ് ഓഫ് അനദർ പേഴ്സൺ. ഞാൻ മറ്റൊരാളുടെ പേരിൽ ടേക്കൺ ബൈ എ പേഴ്സൺ on the life of another person who is either the employee or is connected in any manner with the business of the ഫോർമർ പേഴ്സൺ. അതിനാണ് കീമാൻ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ ഈ കീമാൻ ഇൻഷുറൻസ് പോളിസിയിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതും നമ്മൾ എന്തിലാണ് പറയുന്നത്? നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ ഹെഡിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നായിട്ട് ഇൻകം ഫ്രം അതർ സോഴ്സസ് ദ ലാസ്റ്റ് ഹെഡ് ഓഫ് ഇൻകം ആണ്. ഇൻകം ഈസ് നോട്ട് ചാർജബിൾ അണ്ടർ എനി അതർ ഹെഡ് ഈസ് ചാർജബിൾ. അതായത് ഇതുവരെയുള്ള 4 ഹെഡുകളിലൊന്നും ഒരു ചാർജ് ചെയ്തിട്ടില്ല. അതായത് ഇപ്പോൾ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, ഇത്തരത്തിലുള്ള ഒരു ഹെഡിലും നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ള ഇൻകംസ് ഒക്കെ നമ്മൾ എന്തിലാണ് ചാർജ് ചെയ്യുന്നത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അതിന് 2 കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. അതൊരു ടാക്സബിൾ ഇൻകം ആയിരിക്കണം. അതുപോലെ തന്നെ സച്ച് ഇൻകം ഡസ് നോട്ട് സ്പെസിഫിക്കലി ഫാൾ അണ്ടർ എനി വൺ ഓഫ് അതർ 4 ഹെഡ് ഓഫ് ഇൻകം. ഓക്കെ, പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള സെക്ഷൻ 56 സബ്സെക്ഷൻ 2 പ്രകാരം പറഞ്ഞിട്ടുള്ള ഹെഡുകൾ ഇൻകം ആണ് ഇതൊക്കെ: ഡിവിഡൻറ്റ്, ക്യാഷ്വൽ ഇൻകം, ഗിഫ്റ്റ്, ഷെയർ പ്രീമിയം ഇൻ എക്സസ് ഓഫ് ഫെയർ മാർക്കറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർസ്, ഇൻകം ബൈ ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ കോമ്പൻസേഷൻ, സം ഓഫ് മണി റിസീവ്ഡ് ആസ് ആൻ അഡ്വാൻസ് ഓർ അതർവൈസ് ഇൻ ദ കോഴ്സ് ഓഫ് നെഗോഷിയേഷൻ ഫോർ ട്രാൻസ്ഫർ ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്, എനി സം റിസീവ്ഡ് ബൈ ദി assessee ഫ്രം ഹിസ് എംപ്ലോയീസ് ആസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട്, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻകം ഫ്രം ലെറ്റിംഗ് ഓഫ് എ മെഷീനറി ഓർ പ്ലാന്റ്, കോമ്പോസിറ്റ് റെൻറ്റ്, എനി സം റിസീവ്ഡ് അണ്ടർ കീമാൻ ഇൻഷുറൻസ് പോളിസി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക്
56 സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഇതുപോലെ തന്നെ കുറച്ച് ഇൻകംസ് ഉണ്ട്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഹെഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ആവും കേട്ടോ. എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.